നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. മിഡിൽ ഈസ്റ്റിന്റെ ദിനരാത്രങ്ങളെ കലാപകലുഷിതമാക്കിയ യുദ്ധമായിരുന്നു കഴിഞ്ഞ 2 വർഷത്തോളമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം. എന്നാൽ ആ യുദ്ധം ഇപ്പോൾ അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ എന്ന രാഷ്ട്രത്തെ സഹായിക്കാനും അവരുടെ സമഗ്രമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുമാണ് തങ്ങൾ പോരാടുന്നത് എന്നും പലസ്തീനികളായ പാവങ്ങളെയും ലോകമെങ്ങുമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് കനത്ത തുകയുടെ സക്കാത്തുകൾ കൈപ്പറ്റിക്കൊണ്ടാണ് പലസ്തീനിലെ ഗാസ കേന്ദ്രമാക്കി മാരകായുധങ്ങളും ഒളിസങ്കേതങ്ങളുമായി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നീക്കങ്ങൾ നടത്തിയത്. ഹമാസ് പിന്തുടരുന്നത് ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നയങ്ങളാണ് എന്ന് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പ്രഖ്യാപിത നയം ഇസ്രായേൽ അല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അവരുടെ നീക്കങ്ങൾ മുഴുവനും നടന്നത്. മുഹമ്മദ് അൽ-നസർ എന്ന നേതാവ് അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പലസ്തീനെ ഭരിക്കാൻ ഇസ്രായേൽ അതോറിറ്റി എന്ന ഭരണകൂടവും അവിടെ ഒരു സൈന്യവും ഉണ്ടായിരുന്നുവെങ്കിലും അവർക്കൊന്നും ഗാസയിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ആകാത്ത വിധത്തിൽ അവരെ നോക്കുകുത്തികളാക്കിക്കൊണ്ടായിരുന്നു ഹമാസിന്റെ ഭീകര നീക്കങ്ങളെല്ലാം നടന്നത്. എന്നാൽ പതിറ്റാണ്ടുകൾ നീണ്ട അവരുടെ ചോരക്കളികൾ അവസാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇപ്പോൾ എന്നതിന്റെ സൂചനകളും റിപ്പോർട്ടുകളുമാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ അവരെ മുച്ചൂടും മുടിക്കാനും ഭൂപരപ്പിൽ നിന്ന് അവരെ ഇല്ലാതാക്കാനും അരയും തലയും മുറുക്കി ഇറങ്ങിയവരാണ് അവർക്ക് ചുറ്റുമുള്ള ഭൂരിപക്ഷം ഇസ്ലാമിക രാഷ്ട്രങ്ങളും. അക്കാലത്ത് സാങ്കേതിക വിദ്യയോ സാമ്പത്തിക ഭദ്രതയോ സൈനിക ശേഷിയോ ഒന്നും ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും സർവശക്തനായ ദൈവത്തിന്റെ സഹായവും ദൈവം ജ്വലിപ്പിച്ചു കൊടുത്ത ബുദ്ധിശക്തികളും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ചുറ്റുവട്ടത്ത് തലയുയർത്തി നിന്ന് ശത്രുക്കളെ കീഴടക്കിയത് മുഴുവനും. ആ ശത്രുക്കളിൽ ഒന്നായ ഈജിപ്ത് പിൽക്കാലത്ത് ഇസ്രായേലിനെതിരെയുള്ള ഉപരോധങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് മുന്നോട്ട് നീങ്ങിയെങ്കിലും അവരുൽപാദിപ്പിച്ച് പുറത്തേക്ക് വിട്ട മുസ്ലിം ബ്രദർഹുഡ് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ അതിതീവ്ര കൃത്യനിർവഹണ വിഭാഗത്തിലെ തീവ്രവാദികളെല്ലാം ചേർന്ന് 1987 ഒരു തീവ്രവാദ സംഘടനയുണ്ടാക്കി. ഹമാസ് എന്ന പേരിട്ട് പലസ്തീനെ ഉദ്ധരിക്കാനും അവരുടെ രക്ഷകരായി തീരാനുമുള്ള ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് പലസ്തീനിലെ ഗാസയിൽ തമ്പടിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ കരുനീക്കങ്ങൾ ആരംഭിക്കുകയായിരുന്നു, അത് നടത്തുകയായിരുന്നു. ഇസ്രായേലിനെതിരെയുള്ള മെക്കിട്ടുകയറ്റങ്ങൾക്ക് മതത്തിന്റെ പരിവേഷം നൽകി ഇന്തിഫാദ എന്ന പേരുമിട്ട് ഇസ്ലാമിന്റെ വിശുദ്ധ നാടുകൾ പിടിച്ചെടുക്കാനുള്ള വിശുദ്ധ ജിഹാദ് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സാധാരണക്കാരായ പലസ്തീനികളെയും മറ്റ് രാജ്യങ്ങളിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെയും മതമെന്ന് കേൾക്കുമ്പോൾ പരവേശം കൊള്ളുന്നവരെയും എല്ലാം ഇന്തിഫാദയുടെ പേരിൽ ഇളക്കിവിട്ട് അത്തരത്തിലുള്ള എല്ലാ ആദായങ്ങളും കൈയാളിക്കൊണ്ടായിരുന്നു ഹമാസിന്റെ നീക്കങ്ങൾ മുഴുവനും നടന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദുരിത പർവ്വങ്ങളിലൂടെയും ഘോരഘോരമായ പീഡനങ്ങളിലൂടെയും വംശഹത്യകളുടെയും ഒരു വ്യാഴവട്ടക്കാലം നീണ്ട പ്രതിസന്ധികൾക്ക് ശേഷം അതിജീവനത്തിന്റെ നാൾവഴികൾക്ക് മുന്നിൽ ആയുധവുമേന്തി പതിയിരുന്ന ഈ തിന്മയുടെ ശക്തികളെ നേരിടേണ്ടതും ഇല്ലാതാക്കേണ്ടതും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായി മാറുകയായിരുന്നു. ഗാസയിലെ തീവ്രവാദി മിലീഷ്യയുടെ സ്ഥാപകനും ആത്മീയ നേതാവുമായ ഷെയ്ഖ് അഹമ്മദ് യാസിൻ എന്ന പുരോഹിതനാണ് ഹമാസ് ചാർട്ടർ പ്രധാനമായും തയ്യാറാക്കിയത്. അന്നു തൊട്ട് ഇസ്രായേലി സിവിലിയൻ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ ഹമാസ് ചാവേർ ബോംബർമാരെ വിന്യസിച്ചും ആക്രമണങ്ങൾ ശക്തമാക്കിയും ഒരു ദശാബ്ദത്തിലധികം ഒന്നാമത്തെ ഇന്തിഫാദ മുന്നോട്ടങ്ങനെ കൊണ്ടുപോയി. ഇസ്രായേൽ മുൻ ജനറലും വലതുപക്ഷ പ്രതിപക്ഷ നേതാവുമായ ഏരിയൽ ഷാരോൺ ടെമ്പിൾ മൗണ്ടിലേക്ക് ഒരു യാത്ര നടത്തിയതിനെ തുടർന്ന് 2000-ൽ രണ്ടാമത്തെ ഇന്തിഫാദ പൊട്ടിപ്പുറപ്പെട്ടു. അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ 2004-ൽ ഇസ്രായേൽ ഒരു മിസൈൽ ആക്രമണത്തിൽ അഹമ്മദ് യാസിനെ കൊല്ലുകയും അതോടെ രണ്ടാമത്തെ ഇന്തിഫാദ അങ്ങനെ അവസാനിപ്പിക്കുകയുമായിരുന്നു. 2006-ൽ ഹമാസ് ആദ്യമായി തെരഞ്ഞെടുപ്പുകളിൽ പരസ്യമായി മത്സരിക്കുകയും ജയിച്ച് അധികാരങ്ങളിൽ എത്തുകയും ചെയ്തതോടെ ജെറുസലേമിനെ ഇഞ്ചിഞ്ചായും കല്ലിന് കല്ലായും സ്വതന്ത്രമാക്കുമെന്നും ജെറുസലേമിൽ ജീവിക്കാൻ ഇസ്രായേലിന് അവകാശമില്ലെന്നുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയായിരുന്നു. ഇസ്ലാമിക ഭീകരന്മാർ മാത്രം അഴിഞ്ഞാടുന്ന ഒരു പലസ്തീൻ രാഷ്ട്രമെന്ന സ്വപ്നത്തിലായിരുന്നു ഹമാസ് മുന്നോട്ട് പോയത്. അതിനെ ചെറുക്കാനോ എതിർക്കാനോ ഒന്നും കഴിയാതെ പലസ്തീൻ അതോറിറ്റിയും സൈന്യവും ഇസ്രായേലിന്റെ കാരുണ്യത്താൽ അഹോവൃത്തി നടത്തുന്ന പലസ്തീനിലെ സിവിലിയന്മാരും നിസ്സഹായരായി നിന്നപ്പോൾ വർദ്ധിത വീര്യത്തോടും ആവേശത്തോടും കൂടെ ഇസ്രായേലിനെ ചൊറിയുവാൻ കരുക്കൾ നീക്കുകയായിരുന്നു ഈ ഹമാസ് എന്ന തീവ്രവാദി സംഘടന. അത്തരത്തിൽ നിരവധി ആക്രമണങ്ങൾക്കും അതിന് ഇസ്രായേൽ നൽകുന്ന തിരിച്ചടികൾക്കും സമവായ ചർച്ചകൾക്കും ശേഷം വീണ്ടും അടുത്ത ആക്രമണത്തിനായി കരുക്കൾ നീക്കി കാത്തിരിക്കുകയും കൃത്യമായ ഇടവേളകളിൽ അത് സംഭവിക്കുന്നത് തുടർക്കഥയാവുകയും ചെയ്യുകയായിരുന്നു. അത്തരം മെക്കിട്ടുകയറ്റങ്ങളുടെ അവസാനത്തെ എപ്പിസോഡായിരുന്നു 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ നടത്തിയ ക്രൂരമായ ആ തീവ്രവാദി ആക്രമണം. ഇസ്രായേലിലെ കൃഷിത്തോട്ടങ്ങളിൽ വന്ന് പണിയെടുത്ത് ഉപജീവനം കഴിച്ചിരുന്ന പലസ്തീനികളിൽ ചിലരെ ആയുധങ്ങളായി എടുത്ത്
2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും സ്ത്രീകളോടും പുരുഷന്മാരോടും ക്രൂരമായ ലൈംഗികതയും കടുത്ത അതിക്രമങ്ങളും നടത്തുകയും പ്രായഭേദമന്യേ ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. ലോകം നടുങ്ങിപ്പോയ ആ യാഥാർത്ഥ്യങ്ങളിൽ ഒരു നിമിഷം പതറിപ്പോയ ഇസ്രായേലിന് ബോധ്യമായത് ഇനിയും അറച്ചു നിന്നാൽ തങ്ങളുടെ രാജ്യവും തലമുറകളും ഉണ്ടാവില്ല എന്ന ആ വലിയ സത്യമായിരുന്നു. അതിനടുത്ത ദിവസം ഇസ്രായേൽ തുടങ്ങിയ അതിജീവന പോരാട്ടമാണ് ഇപ്പോൾ ഹമാസന്മാരുടെ അന്തപുരം വരെ കീഴടക്കിക്കൊണ്ട് ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചതിപ്രയോഗങ്ങളിലൂടെ തങ്ങളുടെ രാജ്യത്തിനും പൗരന്മാർക്കും പരിക്കേൽപ്പിച്ച ഹമാസിനോട് തെല്ലും ദാക്ഷിണ്യം കാണിക്കാതെ പ്രതികാരം ചോദിച്ച് ഇസ്രായേൽ ഒന്നിനു പുറകെ ഒന്നായി അവരുടെ നേതാക്കന്മാരെ എല്ലാം കൊന്നൊടുക്കുകയായിരുന്നു. ഹമാസിനൊപ്പം ഇറാൻ ചെല്ലും ചെലവും കൊടുത്ത് കളത്തിലിറക്കിയ ലെബനോനിലെ ഹിസ്ബുള്ളകളെയും യമനിലെ ഹൂത്തികളെയും പിന്നെ സിറിയയിലെയും ഇറാഖിലെയും തീവ്രവാദികളെയും എല്ലാം ഒരേ സമയത്ത് ഇസ്രായേൽ സായുധമായി തന്നെ നേരിട്ട് അവരുടെ ആക്രമണോത്സുകതയെ തകർത്ത് ഇല്ലാതാക്കുകയായിരുന്നു. ഈ യുദ്ധത്തിന് ഒരു സ്ഥായിയായ പര്യവസാനവും തങ്ങൾക്കൊരു സ്വസ്ഥമായ ജീവിതവും വേണമെങ്കിൽ ഇറാനെ നിരായുധീകരിക്കണമെന്ന് ഇസ്രായേൽ വ്യക്തമായി തിരിച്ചറിഞ്ഞ ഇടത്താണ് ഇറാനെതിരെ മാസങ്ങളുടെ ഇടവേളകളിൽ 2 യുദ്ധങ്ങൾ ഇസ്രായേൽ നടപ്പിലാക്കിയത്. ആദ്യത്തെ യുദ്ധത്തിൽ ഇറാന്റെ ആയുധപ്പുരകൾ കത്തിച്ച് ചാമ്പലാക്കിയ ഇസ്രായേൽ രണ്ടാമത്തെ ഊഴത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും ആണവ സാധ്യതകളുടെ അവശേഷിപ്പുകളും പ്രതീക്ഷകളുമായ ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഇല്ലാതാക്കുകയായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൊല്ലാനുള്ള നീക്കങ്ങൾ കേവലമൊരു വള്ളപ്പാടകലത്തിൽ നിൽക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ഇസ്രായേൽ തങ്ങളുടെ അൾട്ടിമേറ്റ് ഗോളായ ഹമാസ് നിർമ്മാർജ്ജനത്തിനും ഗാസ ഏറ്റെടുക്കലിനുമായി ശക്തമായി കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഗാസ സിറ്റി കീഴടക്കിക്കൊണ്ട് അവിടെ പതിയിരിക്കുന്ന ഹമാസന്മാരെ ഇല്ലാതാക്കുവാനും തങ്ങളുടെ സഹോദരങ്ങളിൽ അവശേഷിക്കുന്ന ബന്ദികളെ പുറത്തെത്തിക്കുവാനുമുള്ള അന്തിമ ലാപ്പ് പോരാട്ടത്തിനായി ഇസ്രായേലിന്റെ സൈനിക നടപടി കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൻ സമീറും സൈന്യത്തിലെ മുതിർന്ന കമാൻഡ് ടീമും ചേർന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന് മുന്നിൽ അവതരിപ്പിച്ച ഗാസ സിറ്റി ഏറ്റെടുക്കൽ പദ്ധതിക്ക് അദ്ദേഹം പൂർണ്ണമായ അംഗീകാരം നൽകിയതോടെയാണ് ഗിദയോന്റെ രഥങ്ങൾ രണ്ടാമതും എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ ഓപ്പറേഷന് തുടക്കമായത്. ഈ ഓപ്പറേഷൻ വിജയകരമാക്കുന്നതിന് ഇപ്പോൾ അവിടെ സേവനമനുഷ്ഠിക്കുന്ന 20,000 സൈനികർക്ക് പുറമെ 60,000 സൈനികരെ കൂടി കളത്തിൽ ഇറക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ കഴിഞ്ഞ മെയ്യിൽ ആരംഭിച്ച ആദ്യത്തെ ഓപ്പറേഷൻ ഗിദയോന്റെ രഥങ്ങളുടെ തുടർച്ചയായിട്ട് പ്രാവർത്തികമാക്കിയിരിക്കുന്ന ഈ പദ്ധതിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: എക്കാലത്തും തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമായി നിന്ന ഹമാസിനെ ഇല്ലാതാക്കുക. അതാണിപ്പോൾ പൂർത്തിയാക്കാൻ പോകുന്നത് ഇസ്രായേൽ ഗാസയിൽ. ബന്ദികളുടെ മോചനം എന്ന വിഷയമാണ് യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഇസ്രായേൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിഷയം. ഈ അന്തിമ പോരാട്ടത്തിലും ഇസ്രായേൽ അത് തന്നെയാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. തങ്ങളുടെ നയം സ്ഥിരതയുള്ളതാണ് എന്നും അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നും യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി മന്ത്രിസഭ നിശ്ചയിച്ച തത്വങ്ങൾക്ക് അനുസൃതമായി 50 ബന്ദികളെയും മോചിപ്പിക്കണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുമെന്നും ഹമാസിനെതിരായ നിർണായകമായ ഘട്ടത്തിൽ ആയതിനാൽ ഒരു ബന്ദിയെ പോലും ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്നും IDF വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്, ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇപ്പോഴിതാ ഗാസയെ പിടിച്ചടക്കാനും ഹമാസിനെ ഉന്മൂലനം ചെയ്യാനും ഇസ്രായേൽ സൈന്യത്തിന്റെ യുദ്ധ ടാങ്കുകൾ ഗാസ സിറ്റിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിട്ടുള്ള സൈനിക നടപടികളുടെ എല്ലാം മുൻപ് അന്താരാഷ്ട്ര യുദ്ധ നിയമത്തിന് അനുസൃതമായി എല്ലാ ആക്രമണങ്ങൾക്കും മുൻപ് കൃത്യമായ മുന്നറിയിപ്പ് ഗാസയിലെ ജനങ്ങൾക്ക് അവർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനായി ഇസ്രായേൽ സൈന്യം നൽകിയിരുന്നു. ഇസ്രായേലിന്റെ മുന്നറിയിപ്പുകൾക്ക് വേണ്ട പരിഗണനകൾ നൽകാതിരുന്നവരുടെ കേന്ദ്ര സ്ഥലത്തേക്ക് ഇസ്രായേലിന്റെ കൂറ്റൻ ടാങ്കുകൾ എത്തിയപ്പോൾ തന്നെ ഗാസയുടെ നിയന്ത്രണങ്ങൾ ഇസ്രായേലിന്റെ കൈകളിലേക്ക് ഏകദേശം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി തങ്ങൾ നടത്താൻ പോകുന്നത് അതിശക്തവും ഹമാസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുമുള്ള ആക്രമണമായിരിക്കുമെന്ന് ഇസ്രായേൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഗാസൻ എൻക്ലേവിലെ 2 ദശലക്ഷം ജനങ്ങളിൽ പകുതിയോളം പേർ ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നുണ്ട്.
ഇസ്രായേലിന്റെ മുന്നറിയിപ്പുകൾക്ക് അനുസൃതമായി അവർ ഒഴിഞ്ഞു മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴുമുള്ളത്. ഗാസയിൽ നിന്ന് പലസ്തീൻ സിവിലിയന്മാരെ ഒഴിപ്പിക്കേണ്ടത് അങ്ങേയറ്റം അനിവാര്യമാണ് എന്നും ഗാസ കീഴടക്കുന്ന പ്രക്രിയ സുഗമമാക്കണമെങ്കിൽ അത് കൂടിയേ തീരൂ എന്നും ഇസ്രായേൽ സൈന്യം പലസ്തീൻ ജനതയോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് ഹമാസിനെതിരെയുള്ള അന്തിമ യുദ്ധമാണ് എന്ന് ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ IDFന്റെ എല്ലാ നീക്കങ്ങൾക്കും കട്ട പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ട്രംപ് നടപടികൾ അധികം സമയം വൈകിപ്പിക്കാതെ വേഗത്തിൽ നടപ്പിലാക്കാനും ഗാസയിലെ തുരങ്കങ്ങളിൽ ഇനിയും പതിയിരിക്കുന്ന ഹമാസന്മാരെ നിർമൂലനം ചെയ്യാനും ഗാസയെ ഏറ്റെടുത്ത് യുദ്ധം അവസാനിപ്പിക്കണമെന്നുമുള്ള നിർദ്ദേശവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഗാസയിലെ വടക്കൻ പ്രദേശമായ ജബാലിയയിലേക്ക് മാറിയ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിലെ ഷെജയ്യ, സെയ്ഡൌൺ, സബ്ര എന്നീ ജില്ലകളിൽ ബോംബാക്രമണം നടത്തുകയും ജബാലിയ പ്രദേശത്തും ഗാസ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ശക്തമായ ഓപ്പറേഷനുകൾ നടത്തുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം. ഹമാസിന്റെ ഒരു തീവ്രവാദ സെല്ല് ഇല്ലാതാക്കി അതീവ രഹസ്യമായ ഹമാസ് വെച്ചിരുന്ന ഒരു ആയുധ സംഭരണ കേന്ദ്രം കണ്ടെത്തുകയും അത് നിർവീര്യമാക്കുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ ടെല്ലവീവിലെ ബെൻഗൂരിയോൻ വിമാനത്താവളത്തിന് നേരെ യമൻ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കുകയുണ്ടായി. ഹമാസിനെ നേരിടുന്ന സമയത്ത് തന്നെ 5ഓളം പോർമുഖങ്ങളിലേക്ക് ഒരുപോലെ യുദ്ധം ചെയ്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യമനെതിരെയുള്ള നീക്കങ്ങൾ സർവ്വസാധാരണമായി തന്നെ തുടരും എങ്കിലും അടുത്ത നടപടികൾക്കായി ലോകം മുഴുവൻ ജാഗ്രതയോടെ ഉറ്റുനോക്കുകയായിരുന്നു. പ്രതീക്ഷകൾ തെറ്റിയില്ല. അടിക്ക് കൃത്യമായ തിരിച്ചടിയായി അതിശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ യമനിൽ നടപ്പിലാക്കിയത്. അങ്ങേയറ്റം തന്ത്രപരമായിട്ടായിരുന്നു ഇസ്രായേൽ യമനിൽ ആക്രമണം നടത്തിയത്. യമനിലെ ഹൂത്തി തീവ്രവാദികളുടെയോ സൈന്യത്തിന്റെയോ ഒന്നും കണ്ണിൽപ്പെടാതെ ഒരു കൂട്ടം യുദ്ധവിമാനങ്ങൾ 1900 കിലോമീറ്റർ താണ്ടി യമനിലെത്തുകയും തലമൂത്ത ഹൂത്തികളിൽ 10ഓളം പേർ ഒത്തുകൂടിയ കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. തങ്ങളുടെ ലക്ഷ്യത്തിൽ ഹൂത്തി ഭരണകൂടത്തിലെ പ്രമുഖർ ഉണ്ടെന്നും ഹൂത്തികളുടെ പ്രധാനമന്ത്രിയെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും തീർക്കുമെന്നുമുള്ള കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. അത് കൃത്യമായി ഏറെ താമസിക്കാതെ യമൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത ഹൂത്തി പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവിയെ ഒരു അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്നുള്ളതായിരുന്നു. ഏദനിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന ഹൂത്തി വിരുദ്ധ ചാനലായ അൽ ജംഹൂരിയയുടെ റിപ്പോർട്ട് പ്രകാരം ബെയ്റ്റ് ബൗസ് പരിസരത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിനുള്ളിൽ വെച്ച് അഹമ്മദ് അൽ റഹാവി ആക്രമിക്കപ്പെട്ടു എന്നും അദ്ദേഹത്തോടൊപ്പം നിരവധി അടുത്ത കൂട്ടാളികളും കൊല്ലപ്പെട്ടു എന്നാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ലോകരാജ്യങ്ങളുടെ അംഗീകാരമൊന്നുമില്ലാത്ത സർക്കാരിനുള്ളിൽ വലിയൊരു ഭരണപരമായ സ്ഥാനം വഹിച്ചുകൊണ്ട് തീവ്രവാദികളുടെ ചോരക്കളികൾക്ക് പിന്തുണ കൊടുക്കുകയായിരുന്നു റഹാവി ഇത്രയും നാളും. ഏതായാലും ഹൂത്തികൾക്ക് പിന്നാലെ ഇറാന്റെ മറ്റു മിലീഷിയകളും ഇസ്രായേലിനെതിരെ കളത്തിൽ ഇറങ്ങിയേക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ഇസ്രായേൽ തങ്ങളുടെ ടാർഗറ്റിലേക്ക് അതിശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഗാസയ്ക്കും പലസ്തീനികൾക്കും അവർ ആഗ്രഹിച്ച മോചനം ഏറെ താമസിയാതെ അവർക്ക് കരഗതം ആകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴയ ജെറുസലേമിലെ സോളമൻ നിർമ്മിച്ച ജെറുസലേം ദേവാലയം നിലനിന്നിരുന്ന ടെമ്പിൾ മൗണ്ടിലെ കോമ്പൗണ്ടിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രാർത്ഥനാലയമാണ് ഗിബ്ലി ചാപ്പൽ എന്ന് അറിയപ്പെടുന്ന അൽ-അക്സ മസ്ജിദ്. അൽ വലീദ് ഒന്നാമൻ എന്ന ഭരണാധികാരിയുടെ കാലത്ത് നിർമ്മിച്ച ഈ മോസ്ക് അറിയപ്പെടുന്നത് ഇസ്ലാം മതസ്ഥരുടെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളിൽ 3ാമത്തേത് ആണ് എന്നാണ്. ഏറെ വിചിത്രമെന്ന് പറയട്ടെ, ഈ പുണ്യകേന്ദ്രത്തിൽ ചില ഇസ്ലാം പണ്ഡിതർ സംഗമിക്കുമ്പോൾ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിശക്തമായ അന്യമത ധ്വംസനങ്ങളും ലോകത്തിലെ ക്രൈസ്തവരെയും യഹൂദരെയും പിന്നെ ഹിന്ദുക്കളെയും കൊന്നൊടുക്കണമെന്നുള്ള കൊലവിളികളുമാണ്. ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം എന്നീ വിശ്വാസങ്ങളുടെ പാരമ്പര്യങ്ങൾ സംഗമിക്കുന്ന ഈ കോമ്പൗണ്ടിലേക്ക് എല്ലാ മതസ്ഥർക്കും പ്രവേശനമുണ്ട് എങ്കിലും അവിടെ പ്രാർത്ഥനയും അതിന് മേമ്പൊടിയായി ചില കൊലവിളികൾ നടത്തുന്ന ഇസ്ലാമിസ്റ്റുകൾ മാത്രമാണ്. ഈ പതിവ് ലംഘിച്ചുകൊണ്ട് അടുത്തിടെ അവിടെ എത്തിയ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായിരുന്ന ഇറ്റാമർ ബെൻഗീർ മാത്രമാണ് കാലങ്ങളായി തുടരുന്ന എല്ലാത്തരം കീഴ്വഴക്കങ്ങളെയും പൊളിച്ചുകൊണ്ട് ഇവിടെ ജൂതമതത്തിന്റെ പ്രാർത്ഥനയും നടത്തിയത്. ക്രൈസ്തവ സമൂഹത്തിനും ഹൈന്ദവ സമൂഹത്തിനുമെതിരെ അലക്സയിൽ നടന്ന സമ്മേളനത്തിലും റാലിയിലും ഉയർന്നു കേട്ടത് ലോകത്തിലെ ഒരു മതത്തിന്റെയും പുണ്യകേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കാൻ പാടില്ലാത്ത അത്ര ഭീകരമായ കൊലവിളികളും കലാപ ആഹ്വാനങ്ങളും വംശഹത്യ വെല്ലുവിളികളുമായിരുന്നു. ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ പൈതൃക ആസ്ഥാനമായ റോമിനെ കീഴടക്കുമെന്നുള്ള വെല്ലുവിളികളോടെ അലക്സയിൽ ഒത്തുകൂടിയ പലസ്തീൻ തീവ്രവാദികളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. മോസ്കിന് മുന്നിൽ നടന്ന റാലിയിൽ ഇവർ നടത്തിയ പ്രഖ്യാപനങ്ങളും കൊലവിളികളും അന്ന് ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചിരുന്നു. തങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ ഇസ്രായേലോ ജൂതന്മാരോ അല്ല, മറിച്ച് ക്രിസ്ത്യാനികളാണ് എന്നും ഖിലാഫത്ത് വഴിയും അധികാരത്തിന്റെ ഏകീകരണം വഴിയും റോമിന്റെ നാശം ഞങ്ങൾ സാധ്യമാക്കിയെടുക്കും എന്നുമാണ് തക്ബീർ വിളികളോടെ ഒരു വലിയ ജനക്കൂട്ടം
അടക്കം മതപണ്ഡിതന്മാരോടൊപ്പം ആവേശത്തോടെ ഏറ്റുപറഞ്ഞത്. فتحك روما عنا يقين فتحك روما عنا يقين تكبير الله أكبر تكبير الله أكبر تكبير الله أكبر يا جيوش المسلمين في ذكرى فتح القسطنطينية نستنصركم من المسجد الأقصى المبارك نستنصركم لإقامة الخلافة وتحرير بيت المقدس وفتح روما فهل أنتم مجيبون؟ فهل أنتم ملبون؟ يا خير أجناد الأرض أنتم جنود الإسلام وأمة الإسلام عملكم الأصيل هو الجهاد في سبيل الله لجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ഇത് എല്ലാവരും ശ്രദ്ധിച്ചുവെങ്കിലും ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാൻ പാകിസ്ഥാനോട് ജിഹാദ് നടത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അറബ് പ്രസംഗനായ ഷെയ്ഖ് നിദാൽ സിയാം നടത്തിയ പ്രസ്താവനയിൽ ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തെ വൃത്തികെട്ട പശുക്കളെ ആരാധിക്കുന്നവരെന്നും ഗോമൂത്രം കുടിക്കുന്നവരെന്നും മുദ്രകുത്തി അവരെ ഉന്മൂലനം ചെയ്യണമെന്നും അതിന് ജിഹാദ് അനിവാര്യമാണ് എന്നും അതിനായി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ സൈന്യത്തോട് വ്യക്തമായി ആഹ്വാനം ചെയ്യുന്ന കൊലവിളികളും കലാപ ആഹ്വാനങ്ങളും അലക്സ പുണ്യഗേഹത്തിൽ അരങ്ങേറിയിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. يا هندوس يا انجاز يا هندوس يا انجاز محمد سيد الناس محمد سيد الناس فما كادت إساءات فرنسا تنصرف عنا حتى خرجت علينا إساءات الهندوس عباد البقر إن هذه الإساءات ما هي إلا حرب على الإسلام والمسلمين وهذه الحرب على المسلمين يتناوبها الكفار. ها هم عباد البقر الهندوس الذين هدموا المساجد وقتلوا المسلمين ودمروا قراهم ها هم يتجرؤون على مقام سيد البشر صلى الله عليه وسلم. أما أنتم يا أهل باكستان فإن تحرككم لقتال الهندوس أوجب من تحرك غيركم فهم على حدودكم ويحتلون من أرضكم ويقتلون أهلكم وإن عندكم جيشا عظيما يستطيع أن يؤدب الهندوس وينسيهم وساوس الشيطان. അതിൽ പറയുന്നത് വൃത്തികെട്ട ഹിന്ദുക്കളെ മുഹമ്മദ് എല്ലാവരുടെയും യജമാനനാണ് എന്നും മുസ്ലിങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതനെതിരെ നിലകൊള്ളുന്ന ശത്രുക്കളെയും അവിശ്വാസികളുടെ തുടർച്ചയായ അധിക്ഷേപങ്ങളും കാണുന്നുണ്ടോ എന്നും പശു ആരാധകരായ ഹിന്ദുക്കളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നുവെന്നും ഈ അതിക്രമങ്ങളെല്ലാം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരായ യുദ്ധം തന്നെയാണ് എന്നും ഹിന്ദുക്കളായ ഗോ ആരാധകരാണിപ്പോൾ അവർ മനുഷ്യരാശിയുടെ ഗുരുവായ അള്ളാഹുവിനെ അപകീർത്തിപ്പെടുത്തുന്നത് എന്നും അതിനെതിരെ വേണ്ട പ്രതികാരവും അള്ളാഹുവിന് വേണ്ടി ജിഹാദ് പ്രഖ്യാപിക്കുകയും യുദ്ധത്തിനായി യുദ്ധമുന്നണികൾ തുറക്കുകയും ചെയ്യുക എന്നതാണ് എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൈന്ദവ ഉന്മൂലനത്തിനായി ആഹ്വാനമുണ്ടായത്. ഇന്ത്യയുടെ നിതാന്ത ശത്രുക്കളായ പാകിസ്ഥാനെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുന്നത് അവരുടെ കടമയാണ് എന്നും അത് വേഗത്തിൽ നിവർത്തിക്കണമെന്നും പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ നടന്നിട്ടുള്ള എല്ലാ ഭീകരാക്രമണങ്ങളുടെയും പിന്നിൽ ഇവരുടെ പ്രേരണയും സാന്നിധ്യവും ഉണ്ട് എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. കാശ്മീരിനെ ഇന്ത്യ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനങ്ങളും ഇവർ നടത്തുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് ആഗോള ഭീകരവാദികളുടെ പ്രത്യേകമായ ചിന്തകളാണ് മറനീക്കി ഇവിടെ പുറത്തു വരുന്നത്. ഏതായാലും അലക്സ മോസ്ക് കൊലവിളികളുടെയും അന്യരുടെ വംശഹത്യയുടെയും പേരിൽ കുപ്രസിദ്ധി ആർജിക്കാൻ ഒരുങ്ങുകയാണ്. അതിനുള്ള കൊലവിളികളാണ് അവിടെ നിന്ന് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ഒരു നഗരമായ മിനിയാപോളിസിലെ സ്കൂളിനോട് ചേർന്നുള്ള കത്തോലിക്ക പള്ളിയിൽ ദിവ്യബലി മധ്യേ കുട്ടികൾക്ക് നേരെ 3 തോക്കുകൾ ഉപയോഗിച്ച് നിരവധി തവണ വെടിവെപ്പ് നടത്തിയെന്ന വാർത്ത നടുക്കത്തോടെയാണ് എല്ലാവരും കേട്ടത്. ഭീകരമായ ഈ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെടുകയും 14 കുട്ടികൾക്കും 3 മുതിർന്നവർക്കും പരിക്കേൽക്കുകയും ചെയ്തു. ട്രാൻസ്ജെൻഡറായ റോബിൻ വെസ്മാൻ എന്ന ആളായിരുന്നു കൊലപാതകി. കുട്ടികളുടെ നേരെ നിറയൊഴിച്ച് ദുരന്തം വിതച്ചതിന് ശേഷം ഇയാൾ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. പാർക്കിംഗ് ഏരിയയിൽ ഇയാളെ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. ആക്രമണത്തിനും ഇയാളുടെ മരണത്തിനും ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ ആരെയും നടുക്കാൻ പോകുന്നതാണ്. ഇയാളുടെ തോക്കിൽ രേഖപ്പെടുത്തിയിരുന്നത് ഇന്ത്യയെ അണ്വായുധം കൊണ്ട് കത്തിക്കണമെന്നും ഇസ്രായേലിനെ കത്തിക്കണമെന്നും ട്രംപിനെ കൊല്ലണമെന്നും ആയിരുന്നു.
അതുകൊണ്ട് തന്നെ ട്രംപിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ ആക്രമണം പോലെ അല്ല ഇത്. ഇന്ത്യയെയും ഇസ്രായേലിനെയും ശത്രുനിരയിൽ പെടുത്തിയിട്ടുള്ള അവരുടെ കയ്യിലെ ആയുധമോ അതോ അവരുടെ പ്രചാരണങ്ങൾ അയാളെയും ഇയാളെ പോലെയുള്ള യുവജനങ്ങളെയും എത്രത്തോളം സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുമാണ് ഇനി നമ്മൾ വ്യക്തമാക്കേണ്ടത്. ട്രംപ് അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അതിതീവ്രമായ ദേശീയതയിൽ നിന്ന് ഉയർക്കൊള്ളുന്നതാണ്. അത് ക്രൈസ്തവീകതയുടെ അടിസ്ഥാനവും കൂടി അതിന് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ സ്വവർഗരതിയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും സ്വവർഗ അനുരാഗികൾക്കും കുത്തഴിഞ്ഞ ലൈംഗികതയുമായി നടക്കുന്നവർക്കും അബോർഷൻ നടത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവർക്കുമെല്ലാം ട്രംപ് ഒരു ആശങ്കയായി മാറിയിരിക്കുകയാണ്. ഇതുകൂടാതെ അനധികൃത കുടിയേറ്റത്തിനെതിരെയും ട്രംപ് നടത്തുന്ന നടപടികൾ പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ വോക്കിസ്റ്റുകൾക്കും ഡെമോക്രാറ്റുകൾക്കുമൊക്കെ ട്രംപിന്റെ നയങ്ങളോട് വിയോജിപ്പുണ്ടാകാം. എന്നാൽ അതേ നാണയത്തിൽ ഇന്ത്യയോടും ഇസ്രായേലിനോടും അവർക്ക് വിരോധമുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയോടും ഇസ്രായേലിനോടും പിന്നെ ട്രംപിനോടും ഒരേ സമയം കലിപ്പുള്ളവരാണ് ഇത്തരക്കാരെ സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ചിരിക്കുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ പൂർണ്ണമായ ചിത്രങ്ങൾ വെളിപ്പെടും എന്ന് തന്നെയാണ് ന്യൂസ് കാൻ വിചാരിക്കുന്നത്. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.